ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് ഏറ്റവും വേരോട്ടമുള്ളത് കേരളത്തിലാണ്. ഇടത് ചിന്താഗതി ഇത്രയും ശക്തമായ 100% സാക്ഷരതയുള്ള കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് ബി.ജെ.പി ശക്തിപ്പെടുന്നത്? മഹാകുംഭ് അഥവാ കുംഭമേള സമാപിച്ചു. 64 കോടിയിലേറെ പേർ ഇത്തവണ കുംഭമേളക്കെത്തിയെന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചത്. അതായത് ഈ കണക്കു പ്രകാരം ഇന്ത്യയിലെ ഹിന്ദു ജനവിഭാഗത്തിൽപ്പെട്ടവരിൽ പകുതിയിലേറെ പേർ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തു അത്രേ. AI ക്യാമറകൾ വെച്ച് അവിടെ എത്തിയ ആളുകളുടെ കണക്കെടുത്തതിന്റെ ശാസ്ത്രീയതയെപ്പറ്റി നെടുങ്കൻ ലേഖനങ്ങൾ ദേശീയ മാധ്യമങ്ങളിലെല്ലാം കാണുന്നുണ്ട്. പണ്ട് ഇതുപോലെ നോട്ട് നിരോധനത്തിനു ശേഷം പുതിയ നോട്ടുകൾ വന്ന സമയത്ത് പുതിയ നോട്ടുകളെല്ലാം ചിപ്പ് ഘടിപ്പിച്ചു വരുന്നതാണെന്നും അതിന്റെ സുരക്ഷ പ്രത്യേക രീതിയിലാണെന്നതും ഒക്കെ പറ്റി ഇതിനേക്കാളും വലിയ ലേഖനങ്ങൾ വായിച്ചതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ അപ്പാടെ വിഴുങ്ങാൻ ഒരു മടിയുണ്ട്. അതെന്തായാലും ഇക്കുറി ഇങ്ങ് തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട്. ഇത്ര കാലവും ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താൽപര്യവും കുംഭമേള സ്നാന തൽപരതയുമൊക്കെ CPM ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി എന്ന് ചുരുക്കം. കേരള സാർ, 100% ലിറ്ററസി സാർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും സ്നാനവും BJPയെ പ്രീണിപ്പിക്കലുമൊക്കെ ഒരുപാട് മലയാളികൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. जामे कुंगिरि संतहस्ते विवर्थस्तवे शिवांगिरि तरतांकुरुमा हि गुंसि पुरुखं जगत शिवे नवचसा त्वागिरि साचा बदामसि यथा नः सर्वमिज्जगदा यच्मा गुंसोमना असत. നല്ല പരസ്യം, നല്ല PR, നല്ല ബിസിനസ് എല്ലാം ഒത്തുവന്നപ്പോൾ ഇങ്ങ് കേരളത്തിലും മഹാകുംഭമേള പ്രിയതരമായി. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ചുറ്റും നമുക്ക് പരിചയമുള്ള 10 പേരെങ്കിലും കുറഞ്ഞത് സ്നാനത്തിന് പോയിട്ടില്ലേ? അതാണ് അതിന്റെ ഇമ്പാക്ട്.